എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓയിലിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയതും പിന്നെ അതുപോലെ തന്നെ വറ്റൽമുളകിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കിട്ടണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള റവ എന്ന് പറയുന്നത് റോസ്റ്റഡ് റവയാണ്. അപ്പോൾ റോസ്റ്റഡ് അല്ലാത്ത റവയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഭയങ്കര നൈസായിട്ടുള്ള റവയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. നമുക്ക് കട്ടയില്ലാതെ ഒരു ഡോ ആണ് കിട്ടേണ്ടത്. അപ്പം ഞാൻ റവ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ അരിപ്പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ റവയും വെള്ളവും കൂടിയിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. റവ നമ്മൾ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ മൂടി വയ്ക്കാം. ഇനി മസാലയാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റോസ്റ്റഡ് കപ്പലണ്ടി ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ കപ്പലണ്ടി നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ പോകുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ ഞാൻ 1 ടീസ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നത് വരെയാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി പൊടിച്ചെടുക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫൈൻ പൗഡറായിട്ട് നമ്മുടെ മസാല പൊടിക്കേണ്ട, നമുക്ക് കടിക്കാൻ കിട്ടണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഈ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പ് ഞാൻ സോക്ക് ചെയ്യായിട്ടിട്ടുണ്ട്. ഒരു 2 മണിക്കൂറാണ് ഞാൻ കഴുകി സോക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ ഒരു പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പൊട്ടറ്റോ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 4 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് ഒരു 4-5 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നാടൻ ഇഞ്ചിയാണെങ്കിൽ ചെറുതിട്ടാൽ മതി. ഇത് ചൈനീസ് ഇഞ്ചിയായ കാരണം അത്ര ഫ്ലേവർ ഇല്ല. ഇനി ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത്, കാരണം ആ പരിപ്പിൽ നിന്നുള്ള വെള്ളം തന്നെ ഉണ്ടാവും. ഇപ്പം നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പരിപ്പ് അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് തന്നെ അരയ്ക്കണം. തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് പരിപ്പ് വെച്ചിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ ഞാൻ എക്സ്ട്രാ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ പച്ചമുളകും കുരുമുളകും നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി എരിവ് കുറവുള്ളവർക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ മൂടി വെച്ചിരിക്കുന്ന റവ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ അരിപ്പൊടി കുഴച്ചെടുക്കില്ലേ, അതുപോലെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കുമ്പോഴും എക്സ്ട്രാ വെള്ളം ഒന്നും നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട. ആ റവയിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നോക്കൂ, നല്ല സോഫ്റ്റ് ഡോ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പോർഷൻ ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് ഉരുള തന്നെ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അത് പരത്തിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാൻ അരിപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. പിന്നെ പരത്തി കൊടുക്കുമ്പോൾ ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാർപ്പ് എഡ്ജുള്ള ഇതുപോലെയുള്ള ചെറിയ കട്ടോരി പാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡബ്ബയുടെ മൂടിയോ അല്ലെങ്കിൽ കുക്കിംഗ് കട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിലുള്ള കട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ റൗണ്ട് ഷേപ്പിലുള്ള കട്ടറാണ് ഉപയോഗിച്ചത്. പിന്നെ ഈ ഒരു തിക്നെസ്സിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ഒരു 1/2 ഇഞ്ച് തിക്നെസ് ഉണ്ടായിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാലക്കൂട്ട് വെച്ച് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് കൈകൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അമർത്തി ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് മടക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ ഞാൻ എല്ലാതും തന്നെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ബാക്കി എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണമെന്നില്ല. ഏത് ഷേപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് തിന്നായിട്ട് നിങ്ങളിത് മുറിച്ചെടുക്കരുത്. 1/2 ഇഞ്ച് കനത്തിൽ തന്നെ മുറിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഫില്ലിങ് വെച്ച് ഫോൾഡ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ സ്റ്റീം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്ത് കൊടുത്ത പാത്രത്തിലേക്ക് നമ്മൾ സ്നാക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് 10 തൊട്ട് 15 മിനിറ്റ് വരെയാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിലും ഇത് റെഡിയാക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പാത്രം ആയാലും ആദ്യം ഒന്ന് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയായോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 15 മിനിറ്റ് ആവിയിൽ വേവിച്ചിട്ടുണ്ട്. ഇനി ഇത് റെഡിയായോ നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ സ്നാക്ക് റെഡിയാണ്. അപ്പോൾ ഞാൻ 2 പാത്രത്തിൽ വെച്ച സ്നാക്കും റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. സ്നാക്ക് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി എന്നറിയാൻ വേണ്ടി ആ മസാലയൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്നാക്ക് പെർഫെക്റ്റ് കുക്കാണ്. ഈ സ്നാക്ക് ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇതിന് കുറച്ചും കൂടി ഭംഗി കൂട്ടാനും ടേസ്റ്റ് കൂട്ടാനും വേണ്ടി ഒന്ന് കടുക് താളിച്ചിടുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 2 പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്തെടുക്കേണ്ട. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റവ സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 2 വശം ഒന്ന് മുരിയുന്നത് വരെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കാരണം അത് ആവിയിൽ വേവിച്ചെടുത്ത സാധനം 2 വശം ഒന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. 2 വശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ഹെൽത്തി സ്നാക്ക്. ഇത് കാണുന്നത് പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നല്ല മുളക് ചട്നിയോ തേങ്ങ ചട്നിയോ കൂട്ടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വെറൈറ്റിയും ഒരുപാട് പ്രോട്ടീൻ ഗുണമുള്ള ഈ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. വീണ്ടും ഇതുപോലെയുള്ള പുതുപുത്ത റെസിപ്പി വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.